Hi, I am Dr. Alfadis. I am working as a senior resident in the Department of General Surgery. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കണ്ടുവരുന്നതും അതേപോലെ ഡോക്ടറിനോട് പറയാൻ മടിക്കുന്നതുമായ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. അതാണ് ഹെർണിയ. എന്താണ് ഹെർണിയ? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെയും കൊഴുപ്പുകളെയും എല്ലാം ഒരു ഭിത്തി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പാളിയുണ്ട്. അതിൻ്റെ പേരാണ് അബ്ഡോമിനൽ വാൾ. ഈ അബ്ഡോമിനൽ വാളിൽ എന്തെങ്കിലും സുഷിരങ്ങൾ ഉണ്ടാവുകയോ അല്ലാതെ ബലഹീനത ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഈ കുടലും അതേപോലെ കൊഴുപ്പുമെല്ലാം ഇതിൽ കൂടി ഈ ഭിത്തിയിൽ ബലഹീനമായ ഭിത്തിയിൽ കൂടി വെളിയിലേക്ക് തള്ളി വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി നമ്മുടെ തുടയിടുക്കിലോ അല്ലെങ്കിൽ മേൽഭാഗത്തെ വയറിലോ കീഴ്ഭാഗത്തെ വയറിലോ അല്ലെങ്കിൽ മുൻപ് സർജറി ചെയ്ത ഏതെങ്കിലും ഒരു സ്കാറിലൂടെയോ ഈ ഹെർണിയകൾ തള്ളി വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെർണിയാസ് ഉണ്ട് നമുക്ക്. അതിലൊന്ന് ഇൻസിഷണൽ ഹെർണിയ, അതായത് മുൻപുള്ള സ്കാറിൽ കൂടി ഹെർണിയ തള്ളി വരുന്നതാണ് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഗ്വാനൽ ഹെർണിയ ഉണ്ട്, അംബിലിക്കൽ ഹെർണിയ ഉണ്ട്, അതായത് പൊക്കൽ കൂടിലെ ഭാഗത്ത് അടുത്തുകൂടെ കാണുന്നതാണ് അംബിലിക്കൽ ഹെർണിയ. എന്തുകൊണ്ടാണ് ഈ ഹെർണിയ ഉണ്ടാകുന്നത്? ഇതിൻ്റെ പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ജന്മന ഉള്ള മസിലുകളുടെ വീക്ക്നെസ് ആണ് ഒരു കാരണം. രണ്ടാമത്തത് ക്രോണിക് കഫ്, അതായത് വിട്ടുമാറാത്ത ചുമ. മൂന്നാമത്തത് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം. 4 മൂത്രതടസ്സം. 5ാമത്തെ കാരണം എന്ന് പറയുന്നത് അമിത ഭാരം ഉള്ള പേഷ്യൻസിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. 6ാമത്തത് പ്രസവ സമയത്ത് ഇത് കാണാം. 7ാമതായി അമിത ഭാരം കറക്റ്റ് അല്ലാത്ത രീതിയിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഈ ഹെർണിയൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതേപോലെ 8ാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇൻസിഷണൽ ഹെർണിയാണ്, അതായത് മുൻപുള്ള സർജറിയുടെ സ്കാറിലൂടെ ഈ ഹെർണിയ തള്ളി വരുന്നതാണ് ഇൻസിഷണൽ ഹെർണിയ. നടക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഈ ഹെർണിയ തള്ളി വരികയും നമ്മൾ മലർന്നു കിടക്കുമ്പോൾ സാധാരണയായി ഈ തടിപ്പ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഈ ഹെർണിയ നമ്മൾക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? സാധാരണയായി ഒരു ഡോക്ടർക്ക് തൻ്റെ ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ ഹെർണിയകൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കേസുകളിൽ ഈ ഹെർണിയയുടെ പാളിയിലെ വ്യത്യാസവും അതിൻ്റെ അടങ്ങുന്നത് ഏത് കൊഴുപ്പാണോ അതോ ആന്തരികങ്ങളാണോ അതിൽ ആ സാക്കിൽ പെട്ടിരിക്കുന്നത് അറിയാൻ വേണ്ടി ചില സമയങ്ങളിൽ അൾട്രാസൗണ്ട് അബ്ഡോമൻ പോലെ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യേണ്ടി വരും. ചില സങ്കീർണ ഹെർണിയകളിൽ മാത്രമാണ് CT സ്കാൻ പോലുള്ള വലിയ സ്കാനുകൾ ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. പലരും ചോദിക്കാറുണ്ട്, ഈ ബെൽറ്റ് ഇട്ടാലോ ഗുളിക കഴിച്ചാലോ ഹെർണിയ മാറുമോ എന്ന്. ഈ ഹെർണിയ പാളികളിൽ വരുന്ന സുഷിരങ്ങളിലൂടെയാണ് ഹെർണിയ പുറത്തേക്ക് വരുന്നത്. അതൊരിക്കലും മരുന്ന് കഴിച്ചുകൊണ്ടോ അല്ലാതെ ബെൽറ്റ് ധരിച്ചത് കൊണ്ടോ മാറുകയില്ല. ഇതിൻ്റെ അൾട്ടിമേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജിക്കലി നമ്മളിത് മാനേജ് ചെയ്യുക മാത്രമാണ്. സർജിക്കലായിട്ട് നമ്മൾ 2 രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ ഹെർണിയോപ്ലാസ്റ്റിയും 2 ലാപ്രോസ്കോപ്പിക് ഹെർണിയോപ്ലാസ്റ്റിയും. ഓപ്പൺ ഹെർണിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യുന്നത് ആ ഹെർണിയ വന്ന ഭാഗം കീറി ഉള്ളിലെ ഭാഗങ്ങൾ ഉള്ളിലേക്ക് വെച്ച് പേശികൾ തുന്നിപ്പിടിപ്പിക്കുന്ന രീതിയാണ് ഓപ്പൺ ഹെർണിയോപ്ലാസ്റ്റി. ലാപ്രോസ്കോപ്പിക് ഹെർണിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കീഹോൾ സർജറിന്, അതായത് പല സുഷിരങ്ങൾ അബ്ഡോമനിലിട്ട് നമ്മൾ ഹെർണിയ സെക്യൂർ ചെയ്യുന്നതാണ് ലാപ്രോസ്കോപ്പിക് ഹെർണിയോപ്ലാസ്റ്റി. ലാപ്രോസ്കോപ്പിയിൽ നമുക്ക് കുറച്ചുകൂടെ വേദന കുറയുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനും പറ്റുന്നതാണ്. ഈ 2 സർജറിയിലും നമ്മൾ മെഷ് എന്ന് പറഞ്ഞ സിന്തറ്റിക് മെഷ് ഉപയോഗിക്കാറുണ്ട്. അത് കൂടുതലായാലും ഈ മസിൽസിന് വീണ്ടും ബലം കൊടുക്കുവാനും ഹെർണിയ ഭാവിയിൽ വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ സിന്തറ്റിക് മെഷ് ഉപയോഗിക്കുന്നത്. ഓപ്പൺ സർജറിയിലും ലാപ്രോസ്കോപ്പിക് സർജറിയിലും നമ്മൾ സിന്തറ്റിക് മെഷ് വെക്കാറുണ്ട്. ചിലർ ഹെർണിയ വന്നിട്ടും വർഷങ്ങളോളം അത് കൊണ്ടു നടക്കാറുണ്ട്. അതിന് പ്രധാനമായ കാരണം വേദന കാണുകയില്ലെന്നാണ്. എന്നാൽ ഈ ഹെർണിയകൾ വർഷങ്ങളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് കുടലുകൾ വെളിയിൽ വന്ന് നിൽക്കുകയും അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടായിട്ട് അതിനെ സ്ട്രാങ്കുലേഷൻ ഹെർണിയായിട്ട് മാറുകയും ചെയ്യും. ആ കുടലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിൽക്കുകയും കുടൽ ജീർണിച്ചു പോകാൻ വരെ അവസ്ഥ വരാറുണ്ട്. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഇതിനെ സ്ട്രാങ്കുലേഷൻ ഹെർണിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും അസാധാരണമായി ഒരു തടിപ്പോ വീക്കമോ കാണുകയും അതോടൊപ്പം പനി, ഛർദിൽ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ കൂടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണിക്കേണ്ടതാണ്. Mount Zion Medical College Hospital, Adur, Pathanamthitta.